ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനായ മഹാദൈവത്തിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ ബഹുമാനിയ രാജഗോപാൽ പാസ്റ്റർക്കും അലക്സ് പാസ്റ്റർ, ഷെഡി പാസ്റ്റർ, ബേബി പാസ്റ്റർ, മനീഷ് പാസ്റ്റർ, എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇവിടെ ദൈവസേനയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവങ്ങൾക്കും ക്രിസ്തീയ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവം സഹായിക്കുമാറാകട്ടെ. നമ്മുടെ മുമ്പിൽ ശേഷിക്കുന്നതായ സമയം തിരുവചന ചിന്തയ്ക്കായി റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം ആദ്യമായി വായിക്കാം. കർത്താവിന്റെ മഹത്വം. നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ ഘട്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. നമുക്കെല്ലാവർക്കും വളരെ പരിചയമുള്ളതായ ഒരു വേദഭാഗമാണ്. എന്നാൽ ആ വേദഭാഗത്തിൽ ഉള്ളടക്കം ചെയ്തിരിക്കുന്നതായ ആത്മീയ വിഷയങ്ങൾ വളരെ ഗഹനമായും വളരെ വിശാലമായിട്ടുമുള്ളതാണ്. ആ വാക്യത്തിന്റെ 1-ാമത്തെ ഭാഗം നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് എന്നാണ്. ഹല്ലേലൂയ. അത് ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ല, ഇനി വെളിപ്പെടുവാനുള്ളതാണ് എന്ന ആശയം തന്നെയാണ് നമുക്ക് എടുക്കുവാനുള്ളത്. വെളിപ്പെടുവാനുള്ളത് സ്വർഗീയമായത്, നിത്യമായത്, ദൈവത്തിന്റെ ഇറ്റേണൽ പർപ്പസുമായി ബന്ധപ്പെട്ടതായ കാര്യമാണ്. അതിന്റെ 2-ാമത്തെ ഭാഗം ഈ കാലത്തിലെ കഷ്ടം എന്നാണ്. ആ ഒരു വാക്യത്തെ 2-ആയി മുറിച്ചാൽ 1-ാമത്തത് ഇറ്റേണൽ പർപ്പസും 2-ാമത്തത് ഈ ലോകത്തെ ഭൗമികതയുമാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു തിരുവായി മൊഴിഞ്ഞ ശിഷ്യഗണങ്ങളോടും തന്റെ അടുക്കലേക്ക് വന്ന ബഹുപുരുഷാരത്തോടും സംസാരിച്ച സന്ദർഭത്തിൽ ഇപ്രകാരം പറഞ്ഞു: ഈ ഭൂമിയിലുള്ളത് നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ സ്വർഗത്തുള്ളത് പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ഗ്രഹിക്കുവാൻ കഴിയും? യോഹന്നാന്റെ സുവിശേഷം 3:12 വാക്യമാണ്. കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്നും ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന സമ്പൂർണ്ണ മനുഷ്യപുത്രനും നമ്മുടെ രക്ഷകനുമാണ്. തന്റെ ലാവണ്യ വാക്കുകളും ചൈതന്യം പകർന്ന വാക്കുകളോടുകൂടെ സംസാരിക്കുമ്പോഴും ഓരോ ഹൃദയത്തെ സ്പർശിക്കുമ്പോഴും നിത്യതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്നില്ല. പിതാവായ ദൈവത്തെക്കുറിച്ചും സൃഷ്ടികർത്താവായ ദൈവത്തിന്റെ മഹത്വത്തെക്കുറിച്ചും സ്വർഗീയ ദൂതന്മാരെ കുറിച്ചും അവിടുത്തെ മഹത്വത്തെക്കുറിച്ചും ഭാവിയിൽ നമ്മൾ ആരായി തീരും എന്നതിനെക്കുറിച്ചും ഒക്കെ വെളിപ്പെടുത്തിയപ്പോൾ ജനത്തിന് ഗ്രഹിക്കുവാൻ കഴിഞ്ഞില്ല. അവിടെയാണ് കർത്താവ് പറഞ്ഞത്, ഈ ഭൂമിയിലുള്ള കാര്യങ്ങൾ, അതായത് എന്തു തിന്നും, എന്തു കുടിക്കും, എന്തൊടുക്കും എന്നുള്ള പ്രാഥമികമായ കാര്യങ്ങൾ ദൈവം ജനത്തിന് വേണ്ടി കരുതുന്നതിനെ കുറിച്ച് കർത്താവ് തന്നെ സംസാരിച്ചു. അവിടെ പ്രാഥമികമായ കാര്യങ്ങൾ. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ ഈ ഭൂമിയിൽ അന്യരും പരസ്യമായി നിർത്തിയിരിക്കുമ്പോൾ ഒരു വിധത്തിൽ പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഭൗമികരാണ്. അത് തെറ്റായ ചിന്തയാണോ? മണ്ണിന്റെ പുത്രന്മാർ എന്നുള്ള നിലയിൽ, മണ്ണ് കൊണ്ട് മെനയപ്പെട്ട ഒരു ഫ്ലെക്സിബിൾ ബോഡി എന്നുള്ള നിലയിൽ ഈ ഭൂമിയുമായി, ഭൂമിയിലെ മണ്ണുമായി ബന്ധപ്പെട്ട ഒരു ആകർഷണം നമുക്കുണ്ട്. ഭൂമിയിലെ സകല മനുഷ്യരുമുണ്ട്, സകല ജാതി മതസ്ഥർക്കുമുണ്ട്, ബന്ധുസ്തുക്കാർക്കുമുണ്ട്. അങ്ങനെയാകുന്നുവെങ്കിൽ പെട്ടെന്ന് ഗ്രഹിക്കുവാനും പെട്ടെന്ന് മനസ്സിലാക്കുവാനുമുള്ള കാര്യങ്ങൾ ഈ ലൗകിക കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞാലേ മനസ്സിലാകുകയുള്ളൂ. സ്തോത്രം. ലൗകികത എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസം, ഉപരിപഠനം, ജോലി, വിവാഹം, കുടുംബ ബന്ധങ്ങൾ, കുഞ്ഞുങ്ങൾ, വിദേശയാത്ര, പാസ്പോർട്ട്, വിസ, പിന്നെ ഇങ്ങനെ പോകുന്ന കാര്യങ്ങളെല്ലാം ഭൗമികമായ കാര്യങ്ങളാണ്. ഇത് വേണ്ട എന്ന് ബൈബിൾ പറയുന്നില്ല, നമുക്കാർക്കും പറയുവാൻ കഴിയുമില്ല, അത് വേണം താനും. എന്നാൽ അത് ശവക്കുഴി കൊണ്ട് അവസാനിക്കുന്നതാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്.
കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-2 അധ്യായങ്ങളിൽ ഇവയെക്കുറിച്ചുള്ള ചില പ്രത്യേക വാക്യങ്ങൾ നമ്മളെ ബോധവാന്മാരാക്കാറുണ്ട്. വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ ഘട്ടങ്ങൾ സാരമില്ല എന്ന് പറയുമ്പോൾ, നൊടിനേരത്തേക്കുള്ള നമ്മുടെ ലഘുവായ ഘട്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യകനം പ്രാപിപ്പാനിടയായി തീരുമെന്ന് നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നൊടിനേരത്തേക്കുള്ള ലഘുവായ ഘട്ടമാണ് ജനനം മുതൽ മരണം വരെയുള്ള ഈ കാലഘട്ടം, ഒരു ആയുസ് എന്ന് പറയും. നൊടിനേരം അത് പറയാൻ കാരണം, നിത്യതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ അന്തമില്ലാത്ത ഇറ്റേണൽ പർപ്പസ്, നിത്യമായ കാര്യാദികളെക്കുറിച്ച് ധാരാളം പറയുവാനുള്ളപ്പോൾ, ചിന്തിക്കുവാനുള്ളപ്പോൾ, ഭാവിയിൽ നമുക്ക് അനുഭവിക്കാനുള്ളപ്പോൾ, ഈ കാലത്തിലെ നൊടിനേരത്തേക്കുള്ള ലഘുവായ ഘട്ടമാണ് നമ്മുടെ ജീവിതം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. ഒരുവൻ ഈ ലോകത്തിൽ പാപിയായി ജീവിച്ച് മാനസാന്തരപ്പെട്ട കർത്താവിലേക്ക് മടങ്ങി വരുമ്പോൾ അതോടുകൂടെ ജീവിതത്തിലെ എല്ലാ അല്ലലും വേദനയും കഷ്ടതയും ദുഃഖവും മാറിപ്പോകും. ഇനി യാതൊരു പ്രയാസവുമില്ലാത്ത സുഭിക്ഷമായ സന്തോഷകരമായ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം എന്ന ചിന്ത പലരെയും ഭരിക്കാറുണ്ട്. അവയെക്കുറിച്ച് പ്രസംഗിക്കാറുമുണ്ട്. അത് തെറ്റെന്ന് പറയുന്നില്ല. പക്ഷേ ഈ ശരീരത്തെ വസിക്കുന്നിടത്തോളം എത്ര ആത്മാവിശ്വത്തിലും ആരാധിക്കുന്നവരും കൃപാവരങ്ങളാൽ ജ്വലിച്ച് പ്രകാശിക്കുന്നവരായാലും, എത്ര കൃപാവര ശുശ്രൂഷകൾ ചെയ്യുന്നവരായാലും, ബലഹീനമായ ശരീരത്തിൽ വസിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഇറങ്ങുകയാണ്. സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് കൃപാവരങ്ങളെ കുറിച്ച് പറയുമ്പോൾ വെളിപ്പാടുകൾ, ആധിക്യം, സ്വർഗീയ മർമ്മങ്ങളെ കുറിച്ചൊക്കെ വലിയ അറിവുള്ള ഭക്തനായിരുന്നു. തന്നെ പൗലോസ് ചെയ്യുക. താൻ 2 കൊരിന്ത്യർ 5-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ, അതൊന്ന് വായിക്കാമോ? 2 കൊരിന്ത്യർ 5-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ ആദ്യത്തെ ആ ഭാഗം ഒന്ന് വായിക്കാം. അവിടെ കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം തന്റെ വ്യക്തിപരമായ ശരീരത്തെയും സർവ വിശ്വാസികളെയും ഉൾപ്പെടുത്തിയാണ് പറയുന്നത്. ഭൗമഭവനം അഴിഞ്ഞു പോകും. ഇത് കൂടാരമാണ്, മൺകൂടാരമാണ്, അഴിഞ്ഞു പോകും. അടുത്ത രണ്ടാമത്തെ ആയിട്ട് പറയുന്നു, കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഹല്ലേലൂയ നമ്മൾക്ക് സ്വർഗത്തിലുണ്ട്. കരങ്ങൾ കൊണ്ട് സ്തോത്രം ചെയ്യാം. ഇവിടെ 1 സെന്റ് ഭൂമിയില്ലാത്തവർ, അല്പ ഭൂമിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട്. ഭവനമില്ലാത്തവർ ഭവനത്തിന് വേണ്ടി ആഗ്രഹിക്കും, അധ്വാനിക്കും. പണമില്ലാത്തവർ അതിനു വേണ്ടിയുള്ള സോഴ്സ് കണ്ടെത്തും, അതിന് വഴി കണ്ടുപിടിക്കും. അതൊന്നും തെറ്റല്ല. അതെല്ലാം നമ്മുടെ മൂക്കിലെ ശ്വാസം തീരുന്നതുവരെ അവസാനിക്കുന്ന കാര്യമാണ്. തിരുവചനം നമുക്ക് ഉറപ്പും ധൈര്യവും നൽകുന്നത് നിത്യവുമായി ബന്ധപ്പെട്ട വലിയ കാര്യമാണ്. അപ്പോൾ രണ്ടാമത്തെ ഭാഗം ഒന്നുകൂടെ വായിച്ചേ. കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി. അപ്പോൾ കൈപ്പണിയല്ലാത്ത നിത്യഭവനം, ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം സ്വർഗത്തിൽ ഉണ്ടെന്ന് പറയുന്നു. നമുക്ക് ബൈബിൾ ഓഫർ ചെയ്യുന്ന ഏറ്റവും വലിയ വാഗ്ദത്തങ്ങൾ ഒരു കാര്യമാണ്. ഞാൻ ആ ഭാഗത്തേക്ക് വരുവാൻ താല്പര്യപ്പെടുന്നു. സ്തോത്രം. അതിന്റെ അവസാന ഭാഗം ഒന്ന് വായിച്ചേ. 4-ാമത്തെ വാക്യം. മർത്യമായത് ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് മീനെ ഉടുപ്പാൻ ഇച്ഛിച്ചയായി ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞരങ്ങുന്നു. അതെ, ഈ മൺകൂടാരത്തിൽ വസിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞരങ്ങുന്നു. സാധുവായാലും ദരിദ്രനായാലും ധനവാനായാലും പണ്ഡിതനായാലും ആരായാലും ആർക്കായാലും ഉള്ള അനുഭവമാണ്. ലോകജാതികൾക്കാണ് നാനാവിധമായ രോഗങ്ങളും വ്യാധികളും വരുന്നതെന്ന് പ്രത്യേകിച്ച് പറയുന്നതും പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ പ്രസംഗിച്ചവർ പോലും അധികം താമസിയാതെ ദീർഘനാളുകളിൽ ആശുപത്രിയിൽ അഡ്മിറ്റായി പിന്നെ എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത അവസ്ഥയിലായത് ഞാൻ കണ്ടിട്ടുണ്ട്. ഭൂമിയിൽ ജനിച്ച ഒരു മനുഷ്യനെയും ഇതിൽ മാറ്റിവെച്ചിട്ടില്ല. അപ്പോൾ വിശ്വാസികൾക്കും അവിശ്വാസികൾ തമ്മിലുള്ള ബന്ധം എന്താണ്? എന്താണ് അതിന്റെ വ്യത്യാസം? ഒരു വ്യത്യാസം നമുക്കറിയാം. പകർച്ചവ്യാധികൾ എല്ലാവരെയും ബാധിക്കുന്ന പോലെ തന്നെ ദൈവമക്കളെയും ബാധിക്കും. നാനാവിധമായ രോഗങ്ങളും വ്യാധികളും സകല മനുഷ്യരെയും ബാധിക്കുന്ന പോലെ തന്നെ ദൈവമക്കളെയും ബാധിക്കും. ഈ ബലഹീനമായ ശരീരം നാനാവിധമായ രോഗങ്ങളുടെ
രോഗങ്ങളുടെ, വൈറസുകളുടെ, അണുക്കളുടെ കൂടാരമാണ്. പക്ഷെ നമുക്കുള്ളൊരു വ്യത്യാസം, കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരം എല്ലാത്തിനും നിശ്ചയമുണ്ട്. ഹല്ലേലൂയ. ഒരു രോഗം വരുമ്പോൾ, മരണകരമായ അവസ്ഥയിലായിപ്പോയാൽ മരണക്കിടക്കയെ മാറ്റി കർത്താവ് പുനരുജ്ജീവൻ നൽകും. ഡോക്ടർമാർ മരണശൈലിയിൽ നിന്നും നിമിഷങ്ങളുടെയും ദിവസങ്ങളുടെയും ചില ദയക്കത പറഞ്ഞ് ഡിസ്ചാർജ് വിട്ടാലും ദൈവമക്കളെ സംബന്ധിച്ചുള്ള അനേക സാക്ഷ്യങ്ങൾ അവർ പൂർണ്ണ ആരോഗ്യവാന്മാരായി വർഷങ്ങൾ ജീവിച്ചിരിക്കുന്നത് കാണുവാൻ കഴിയുന്നുണ്ട്. രോഗശാന്തി ദൈവമക്കൾക്കുള്ള അവകാശം തന്നെയാണ്. രോഗശാന്തി ദൈവമക്കൾ പ്രാപിക്കും നിശ്ചയം. പ്രൈസ് ദി ലോർഡ്. ഈ നിൽക്കുന്ന ഞാനും ഇവിടെ ഇരിക്കുന്ന പലരും പലപ്പോഴും മരണത്തിലേക്ക് വലിച്ചിഴക്കപ്പെട്ടതായ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അധികം താമസിയാതെ കർത്താവിന്റെ വലിയ കരം, കരുണയുടെ കരം, രോഗശാന്തിയുടെ കരം നമ്മെ തലോടിയത് കൊണ്ട് നാം വീണ്ടും കാലൂരി നിവർന്നു നിൽക്കുകയാണ്. കരങ്ങൾക്ക് സ്തോത്രം ചെയ്യാം. ഇതൊക്കെയാണെങ്കിലും അടുത്തൊരു കാര്യം പറയുന്നു, വെളിപ്പെടുവാനുള്ള തേജസ്. സ്തോത്രം. അതങ്ങനെ പറഞ്ഞതൊരു കാര്യം മനസ്സിലായോ? ഒരു സ്വർഗത്തിലെ ദൈവത്തിന്റെ ആ ചുറ്റുപാട് നമുക്കറിയാമോ? സ്വർഗത്തിലെ ദൂതന്മാരുടെ തേജസ്സിനെ കുറിച്ച് അറിയാമോ? അവിടെ ദൗത്യത്തെ കുറിച്ച് അറിയാമോ? ഭാവിയിൽ നമ്മൾ ആരായി തീരുമെന്നതിനെ കുറിച്ച് അറിയാമോ? ഇവയെക്കുറിച്ച് വളരെ വ്യക്തമായി ബൈബിൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഇപ്പോൾ അല്പസമയം കൊണ്ട് എനിക്ക് പറയാനുള്ള ലിമിറ്റുണ്ട്. അത് മാത്രം പറഞ്ഞ് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കും. സ്വർഗത്തെക്കുറിച്ച് ഹിന്ദിക്കാർക്ക് ഗ്രഹിക്കുവാൻ തക്കവണ്ണം ഏകദേശം 35ഓളം എപ്പിസോഡുകൾ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട്. സ്വർഗീയ ദൂതന്മാരെ കുറിച്ച് 17 എപ്പിസോഡുകൾ ചെയ്തിട്ടുണ്ട്. മലയാളത്തിൽ ഇപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഷോർട്ട് ടൈം ആണെങ്കിൽ തന്നെ പല ദീർഘ എപ്പിസോഡുകൾ ഉള്ളതുകൊണ്ട് കാര്യങ്ങൾ പഠിക്കുവാൻ കഴിയും. നിങ്ങൾക്ക് വേണമെങ്കിൽ വാട്സപ്പ് അതിരൂപൻ എന്ന് യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ അതിനകത്ത് ഓപ്പണായി വരും. സമയം കിട്ടുന്ന പോലെ ഇത് പഠിക്കുവാൻ സാധിക്കും. കർത്താവിന് സ്തോത്രം. ഞാൻ ഇതിൻ്റെ ഭാഗത്തെക്കുറിച്ച് നിത്യവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ലാസ്റ്റ് പാർട്ടിലേക്ക് വരുവാനായി താല്പര്യപ്പെടുകയാണ്. കർത്താവിന് മഹത്വം. എബ്രായർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം 9, 10, 13, 16 ഈ വാക്യങ്ങൾ നോക്കിയാൽ ആ വെളിപ്പെടുവാനുള്ള തേജസ് എന്ന് പറയുന്നതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ വെളിപ്പെടുത്തുന്നുണ്ട്. ഒന്ന് വായിച്ചു തുടങ്ങാമോ? അബ്രഹാം, ഇസാക്ക്, യാക്കോബ് എന്ന പൂർവ്വ പിതാക്കന്മാരെ കുറിച്ചും അവരുടെ സന്തതി പരമ്പരകളെ കുറിച്ചുമുള്ള അവിടെ ആരംഭിച്ചതായ ഒരു ആത്മീയമായ ദർശനത്തെ കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ധന്യനായ പൗലോസ്ലീഹ പഴയ നിയമ ന്യായപ്രമാണങ്ങളെക്കുറിച്ചും പ്രവചനത്തെക്കുറിച്ചും ഒക്കെ വളരെ ആഴമേറിയ ജ്ഞാനമുള്ള വ്യക്തിയായിരുന്നു. അതിനപ്പുറമായി ദൈവികമായ സ്പെഷ്യൽ റെവലേഷൻ, പ്രത്യേകമായ വെളിപ്പാട് ലഭിച്ച വ്യക്തിയുമായിരുന്നു താൻ. ആ പിതാക്കന്മാർക്ക് കൊടുത്ത ദൈവികമായ അനുഗ്രഹങ്ങളെയും വാഗ്ദത്തങ്ങളെയും ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് വൈകൂ. ദൈവം വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന്റെ കൂട്ടവകാശികളായ ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി ഈ മൺകൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. പല പര്യായ പദത്തിലാണ് അവയെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ ഒരു നഗരം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ ഒരു നഗരം. അതിന്റെ 10-ാമത്തെ വാക്യം വായിച്ചേ. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. 13-ാം വാക്യം. ഇവരെല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ അന്യരും പരദേശികളുമായി ഈ ഭൂതലത്തിൽ പാർത്തുകൊണ്ട് അടുത്ത് വായിച്ചേ. ദൂരത്ത് നിന്ന് അത് കണ്ട് അഭിനന്ദിച്ചു. അത് കണ്ട് ഏത് കണ്ടു? ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുമായ സ്വർണ്ണ നിർമ്മിതമായ മനോഹരമായ ആ തേജസ്സിന്റെ ഒരു ഭവനം അവ ദൂരത്തു നിന്നേ കണ്ടു എന്നാണ്. അതിന് 16-ാം വാക്യം കൂടി വായിച്ച്. സ്വർഗീയമായതിനെ തന്നെ കാക്ഷിച്ചിരുന്നു. ആ ദൈവം അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നുവല്ലോ. 13-ന്റെ 14-ാം വാക്യം വായിക്കുമ്പോൾ ഇവിടെ നമുക്ക്
നിലനിൽക്കുന്ന നഗരം ഇല്ലല്ലോ. നഗരമെന്ന്, പട്ടണമെന്ന് പറയുന്ന, അത് ദൈവമെന്ന് പറയുന്ന വിഷയങ്ങളുടെ പര്യായ പദങ്ങളാണ്. അതിൻ്റെ പ്രധാന ഒരു ഭാഗത്തേക്ക് വരുവാനും ഞാൻ ദൈവകൃപയിൽ ആഗ്രഹിക്കുകയാണ്. എബ്രായർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിൽ ജീവനുള്ള ദൈവത്തിൻ്റെ നഗരമായ അഥവാ പട്ടണമായ പുതിയ യെരൂശലേം എന്നും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘവും എന്ന് പറഞ്ഞിരിക്കുന്ന ഭാഗമുണ്ട്. ഒന്നും കൂടെ ശ്രദ്ധിക്കൂ. ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനും അനേകായിരം ദൂതന്മാർ, 1000 ആയിരമായും 10,000 10,000മായും കോടി കോടിയുമായി വിവിധ ഗണങ്ങളിൽപ്പെട്ട തേജസ്സിന്റെ മാലാഖമാർ അഥവാ ദൂതന്മാർ അണിയേർന്ന് സ്വർഗ്ഗസിംഹാസനത്തിന് ചുറ്റുമുണ്ട്. അവിടെ ദൈവം മുന്നമേ തീരുമാനിച്ചിട്ടുള്ളതും നിത്യതയിൽ വെളിപ്പെടുവാനുള്ളതായ ഒരു പുതിയ യെരൂശലേം എന്ന ഒരു ബിൽഡിങ്ങിനെ കുറിച്ച് അവിടെ പറയുകയാണ്. ഈ ബിൽഡിങ്ങിനെ കുറിച്ച് പറഞ്ഞിരിക്കുമ്പോൾ കർത്താവിന് സ്തോത്രം. നമുക്ക് എബ്രായർ 9:11 വാക്യം കൂടെ ഒന്ന് വായിക്കൂ. അവിടെ പ്രത്യേകമായി പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എബ്രായർ 9:11. ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതരായി വന്നിട്ട് കൈപ്പണി അല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായ വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുപിതാക്കളുടെയും രക്തത്താലല്ല സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിച്ചു. കാൽവരിയിലെ പരമയാഗത്തോടുകൂടെ സർവ്വപാപ പരിഹാര ബലി നടത്തിയതിനു ശേഷം നമുക്ക് ലഭ്യമാകുന്ന കാര്യത്തെക്കുറിച്ചാണ് ആ വാക്യത്തിൽ വിശദീകരിച്ചിരിക്കുന്നത്. ആ ഭാഗത്ത് ഞാൻ പോകുന്നില്ല. ഒരു ഭാഗം കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന് ദാനമായൊരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഉണ്ട് എന്നറിയുന്നു. ഒന്ന് ശ്രദ്ധിക്കുക. കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായൊരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട്. 9:11 വാക്യം വായിച്ചു. കൈപ്പണി അല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരം. ശ്രദ്ധിച്ച്, കൈപ്പണിയല്ലാത്തതായി മനുഷ്യനിർമ്മിതമല്ലാത്തതും ഈ ഭൂമിയിൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതുമായ വലിപ്പവും തികവുമേറിയ ഒരു കൂടാരം. കൂടാരം എന്ന് പറയുന്നതിന്റെ അർത്ഥം നമുക്കറിയാം. ടെന്റ് അത് ടെമ്പററി ആണ്. അതിൽ പല പല മാറ്റങ്ങൾ വരുത്തേണ്ട കാര്യങ്ങളുണ്ട്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ദൈവം തൻ്റെ ജനത്തിന് വേണ്ടി കരുതിയിരിക്കുന്ന നിത്യമായ കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോഴും അവിടെ അതിൽ കൂടാരം എന്ന അർത്ഥമാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ആ കൂടാരത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അത് മനുഷ്യനിർമ്മിതമല്ല, ഭൂമിയിലെ ആരെക്കൊണ്ടും പണിയിച്ചതല്ല, ദൈവനിർമ്മിതമായ ഭവനമാണ്. വെളിപ്പെടുവാനുള്ള തേജസ് എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പാർട്ട് അതാണ് എന്ന് ദൈവമക്കളെ ഗ്രഹിപ്പിക്കുക. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം അത് 1 മുതൽ വാക്യങ്ങളെല്ലാം നമുക്കറിയാം. അവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഈ കലങ്ങിപ്പോകരുതെന്ന് കർത്താവ് പറയുമ്പോൾ തന്നെ അതിൻ്റെ പുറകിലോട്ടുള്ളതായ അധ്യായങ്ങളിൽ ആവർത്തിച്ച് വായിക്കുവാൻ കഴിയുന്ന ഒരു കാര്യം, യേശുവിൻ്റെ ഉള്ളം കലങ്ങി, യേശുവിൻ്റെ ഉള്ളം വേദന കൊണ്ട് ഉളയുന്ന അവസ്ഥയിൽ ചില വാക്യങ്ങൾ കാണുവാൻ കഴിയുന്നുണ്ട്. യേശു കണ്ണുനീർ വാർത്തു എന്ന് പറയുന്നു. ഇങ്ങനെ വായിച്ചു വരുന്ന ഭാഗത്തിലാണ് 14-ാമത്തേതിൽ വായിക്കുന്നു, സ്തോത്രം, നിങ്ങളുടെ ഹൃദയം ഹല്ലേലൂയ, നമ്മൾക്ക് വേണ്ടി കലങ്ങിയവനും നമുക്ക് വേണ്ടി വേദന സഹിച്ചവനും കാൽവരിക്രൂശിൽ പരമയാഗമായി തീർന്ന് നമുക്ക് വേണ്ടി അവസാനത്തുള്ള രക്തവും ചിന്തിയവൻ, മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തവൻ, പിതാവായ ദൈവത്തിന്റെ മഹിമയുടെ വലതുഭാഗത്ത് ശ്രേഷ്ഠ മഹാപുരോഹിതനായിരിക്കുന്നു എന്നത് സത്യമാണ്. സ്തോത്രം. ആ കർത്താവിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. എന്നാൽ ക്രൂശിൽ യാഗമായി തീരുന്നതിന് തൊട്ടു മുമ്പ് താൻ വാക്യത്തെ ഉറപ്പിക്കുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. അടുത്ത വായിക്കുന്നത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിൽ വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള ഭദ്രതയ്ക്ക് തക്കവണ്ണം
ചെറുതും വലുതുമായ ബിൽഡിങ്ങുകൾ പണിത് നമ്മൾ പാർക്കാറുണ്ട്. അത് എത്ര വലുത് തന്നെയായാലും, എത്ര ആഡംബരമായി ഈ കാലഘട്ടത്തിന്റെ പ്രതാപത്തിന്റെ അക്രമണം പണിതാലും, ദൈവവചനത്തിൽ കൂടെ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് ഒരു കൂടാരമെന്നാണ്. സ്തോത്രം. അടുത്ത് പറയുന്നു, 70 ഏറിയായാൽ 80 എന്ന് പറയുന്ന കാലയളവിൽ ഇവിടെ ആയുസ് അവസാനിപ്പിക്കുന്ന ഏതൊരു വ്യക്തിയും ഈ കൂടാരം വിട്ട് പോകുമ്പോൾ, നിത്യ കൂടാരത്തിലേക്ക് പോകുമ്പോൾ, അത് ദൈവത്തിന്റെ ഭവനമായ ഒരു മന്ദിരം, ഒരു കൂടാരം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ദൈവത്തിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. മെനി മേൻഷൻസ് എന്നാണ്, അനേക രാജകൊട്ടാരങ്ങളുണ്ടെന്നാണ്. പല ഭാഷകൾ പരിശോധിക്കുമ്പോൾ സ്തോത്രം, സ്വർഗീയ രാജകുമാരന്മാർക്ക് വേണ്ടി പണിതിരിക്കുന്നതായ അനേക വില്ലകളാണ്, പാർപ്പിട സമുച്ചയമാണ്. അതിനെ സ്വർഗങ്ങൾ എന്ന പേരിൽ അവിടെ വിശേഷിപ്പിക്കുന്നത്. സ്വർഗങ്ങൾ എന്ന് പറയുന്ന ആ പാത്രത്തിൽ നാം എത്തിച്ചേരണമെങ്കിൽ ഈ ഭൗമികരായിരിക്കുന്ന ഭൗമലോകത്തിൽ ജീവിക്കുന്ന നാം ഇവയിൽ നിന്നും അല്പാൽപമായി വിട്ട് അനിത്യമായ കൂടാരത്തിൽ എത്തിച്ചേരണം. കർത്താവ് പറയുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾ ലക്ഷിക്കുകയില്ല, നിങ്ങൾ നിരാശരാകുകയില്ല. എന്റെ പിതാവിന്റെ ഭവനത്തിൽ ഞാൻ നിങ്ങൾക്ക് വാസസ്ഥലം ഒരുക്കുന്നുണ്ട്. കർത്താവിന്റെ സ്തോത്രം. ഈ വാസസ്ഥലത്തെ കുറിച്ചാണ് വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൽ 22-ാം അധ്യായത്തിൽ വിശദീകരിച്ചിരിക്കുന്നത്. 21-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം ഒന്ന് വായിക്കും. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. അവൻ അവരോടുകൂടെ അവിടെ തുടങ്ങുന്നത് പുതിയ ആകാശവും പുതിയ ഭൂമിയും വെളിപ്പെടുന്നതായ ഒരു ഭാവി കാലത്തെ കുറിച്ചാണ്. ഇന്നത്തെ ഈ ഭൂമിയും ഇതിലെ സകല പണികളും, സകല ദ്വീപുകളും, സകല പർവ്വതങ്ങളും, സകല മനുഷ്യനിർമ്മിതമായ ബിൽഡിങ്ങുകൾ ഉൾപ്പെടെ കത്തി ചാമ്പലാകുന്ന ഒരു ദിവസത്തെ കുറിച്ച് പറയുന്നു. ഭൂമി അതിന്റെ പണികളും വെന്തുപോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയും, വേരും കൊമ്പും ശേഷിക്കാതെ എല്ലാം തകർന്നു പോകുന്ന ഒരു കാലം ഭാവിയിൽ വെളിപ്പെടുവാൻ പോകുന്നു. അതിനുശേഷം പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്ന ഒരു പാട്ടിലേക്ക് വരുന്നു. പുതിയ ആകാശം എന്ന് പറയുന്നത് ഈ ഭൂമിയല്ല, ആ ഭൂമിയെക്കാളും അതിവിസ്തൃതമായിട്ടുള്ള ഒരു ഭൂമിയെ കുറിച്ചാണ് പറയുന്നത്. അതിന് ചിന്തകളും പഠിപ്പിക്കലും വ്യത്യസ്തമാണ്. എന്നാൽ ഒരു കാര്യം പറഞ്ഞു നിർത്തട്ടെ, ആ പുതിയ ഭൂമിയിൽ അനുയോജ്യമായ ഒരു ആകാശത്തൊട്ടാണ് ഇന്നത്തെ ആകാശം എന്ന് പറയുന്നത്. വൈറസുകളുടെയും ദുർഭൂതങ്ങളുടെയും വാസസ്ഥലമായിരിക്കുന്നതായ മേഘമണ്ഡലം, അതിൻ്റെ ഭൂമിയെ പൊരുന്നിരിക്കുന്നതായ വായുമണ്ഡലവും മേഘമണ്ഡലവും ഒക്കെ അശുദ്ധമായി കൊണ്ടിരിക്കുകയാണ്. വീണ്ടും സൂര്യനിൽ വരുന്ന അൾട്രാവയലറ്റ് രശ്മികൾ, മാരകമായ രശ്മികൾ ഭൂമിയിലേക്ക് വരത്തക്കവണ്ണം ഈ ഓസോൺ ലെയറൊക്കെ പഞ്ചറായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇവയൊക്കെയും തീക്കോളമാക്കി തീർത്ത് ഭൂമി പണികളും വെന്തുപോകുക എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ഒരുക്കി വച്ചിരിക്കുന്ന എല്ലാ ആധുനിക ആയുധങ്ങളും ആണവായുധങ്ങളും ഒരുപോലെ പൊട്ടി തകർന്ന് എല്ലാം ഭയങ്കരമായി കത്തുന്ന ഒരു കാലം. എണ്ണക്കിണറുകളും കത്തും, എല്ലാ പെട്രോൾ ഉൽപ്പന്നങ്ങളും കത്തും. അങ്ങനെ കത്തി ഏറെക്കാലം കത്തി അഴിഞ്ഞു മാറുന്ന ഭൂമിയെ കുറിച്ചാണ് ഈ ഭൂമിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ലോകത്തെയും ലോകത്തുള്ളവരെയും സ്നേഹിക്കരുതെന്ന് കൂടെ പറയുന്നുണ്ട്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അതേക്കുറിച്ച് പറഞ്ഞ ശേഷം ഏറെക്കാലം കഴിഞ്ഞിട്ട് അപ്പോൾ തന്നെ അന്ത്യന്യായവിധി ഒരു പാത്രത്തിനകത്ത് വരുന്നുണ്ട്. അന്ത്യന്യായവിധി ദ ഗ്രേറ്റ് വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റ്. കർത്താവ് യേശു ക്രിസ്തു ജഡ്ജിയായിരുന്നു കൊണ്ട് സകല ദുർഭൂതങ്ങളെയും പിശാചുക്കളെയും വെളിച്ചപ്പാടാത്മക്കളെയും മനുഷ്യ ദൈവങ്ങളെയും പാപികളുടെ ആത്മക്കളെയും ഒക്കെ ന്യായം വിധിക്കുന്ന അതിഭയങ്കരമായ ഒരു ന്യായവിധിയാണ് വെള്ളസിംഹാസന ന്യായവിധി. അതേസമയം തന്നെ ഭൂമി കത്തി എഴുതിയാണ്. അത് കഴിയുമ്പോൾ ഏറെക്കാലം അത് നീണ്ടു നിൽക്കും. പിന്നെയാണ് പുതിയ ആകാശവും പുതിയ ഭൂമിയും വരുന്നത്. പുതിയ ഭൂമിക്ക് അനുയോജ്യമായ സ്വർഗതുല്യമായ ഒരു ആകാശം സ്ഥാപിക്കും. വളരെ മനോഹരമായ ഭാവി കാല പരിപാടിക്ക് വേണ്ടി ദൈവമക്കൾക്ക് അവകാശമായി പാർക്കുവാൻ വേണ്ടി സ്വർഗത്തിൽ ദൈവം തമ്പുരാൻ നിർമ്മിച്ചിരിക്കുന്നതും ആ അടിസ്ഥാനങ്ങളുമായ ആ നഗരത്തെ, ആ വലിയ ദൈവ ഭവനത്തെ ഭൂമിയിലേക്ക് ഇറങ്ങിക്കൊണ്ടുവരും. സ്തോത്രം, സ്തോത്രം. ആ ഭവനം 12 വിധ രക്തങ്ങളാൽ അടിസ്ഥാനമിട്ടതും 12 വിധമായ ഗോപുരങ്ങളാൽ മുത്തും മലകളാൽ ഡിസൈൻ ചെയ്യപ്പെട്ടതും സ്തോത്രം സ്വർണ്ണ തെരുവീതികളുമായ
ഒരു വലിയ ബിൽഡിംഗാണ്. അതാണ് പിതാവിന്റെ ഭവനം, മറന്നു പോകരുത്. സ്തോത്രം. ഇത് ഒരു കേവലം വായിച്ചു വിടുന്നതായിട്ടോ ഒരു കഥയായിട്ടോ ചിന്തിക്കരുത്. ദൈവം നമുക്ക് നൽകിയിട്ടുള്ള ഓഫറിന്റെ നിത്യമായ ഏറ്റവും വലിയൊരു വാഗ്ദത്തമാണ് ഈ പുതിയ യെരൂശലേം എന്ന ദൈവ ഭവനം. ഈ ഭവനത്തെ ഹൗസ് ഓഫ് ഗോഡ് എന്നും രണ്ട് പ്രയോഗങ്ങൾ ഇംഗ്ലീഷ് ബൈബിൾ വായിക്കാൻ കഴിയുന്നു. കാരണം സ്തോത്രം, അതിന് താഴോട്ടൊന്ന് വായിച്ചാൽ വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം എന്നായിട്ട് വായിച്ചേ. ഇരുപത്തി-1-ന്റെ 3-ാം വാക്യം ഇവിടെ വായിച്ചു. എന്താ വായിച്ചത്? സിംഹാസനത്തിൽ ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്. സ്വർഗ സിംഹാസനത്തിൽ നിന്ന് കേട്ട ശബ്ദം, ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിന്റെ കൂടാരം. ഹല്ലേലൂയ. കൂടാരം എന്ന് പറഞ്ഞിരിക്കുന്നത് അത് ദൈവഭവനമാണ്, അത് വിസ്തൃതമാണ്. ഈ ലോകം നിർമ്മിതമല്ല, ലോകത്തിലെ ഒരു ശില്പികടെയും പണിതല്ല. അത് വളരെ വലുതാണ്. അത് സ്വർഗത്തിൽ ഇറങ്ങി വരുന്നതാണ്, പുതിയ ഭൂമിയിൽ സ്ഥാപിക്കുന്നതാണ്. കർത്താവ് തന്റെ വിശുദ്ധന്മാരെയും കൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്ന് ഭൂമിയിൽ ഉറപ്പിക്കുന്ന ഒരു ഭവനമാണ് പുതിയ യെരൂശലേം. ഇനി അതിനെ ആരൊക്കെയാണ് അവകാശികൾ? സമയം എനിക്ക് വ്യക്തമായി ബോധ്യമുള്ളത് കൊണ്ട് എത്ര വേഗം വാക്കുകൾ ഞാൻ ചുരുക്കാൻ ഉദ്ദേശിക്കുന്നു. 21-ാം അധ്യായത്തിന്റെ ഇപ്പൊ വായിച്ചു നിർത്തിയ ഭാഗം 12 തന്നെ ഒന്നുകൂടെ വായിക്കാം. ഗോപുരങ്ങൾ 12 ദൂതന്മാരുണ്ട്. അത് അതിന്റെ വലിപ്പം കൂടെ ഞാൻ പറയാം. അടുത്ത് വായിച്ചേ. ഈ പുതിയ യെരൂശലേമിന്റെ അതിന്റെ ചുറ്റുവട്ടം, ആ പ്രധാന ബിൽഡിങ്ങിന്റെ പുറത്തുള്ള മതിൽ എന്ന് പറയുന്നിടത്ത് 12 മനോഹരമായ രക്തങ്ങളാൽ ഡിസൈൻ ചെയ്യപ്പെട്ട ഗോപുരമാണ്. ആ ഗോപുരങ്ങളിൽ 12 ദൂതന്മാർ, ശക്തന്മാരായ ദൂതന്മാർ, തേജസ്സിന്റെ ദൂതന്മാർ സെക്യൂരിറ്റികളായി നിൽക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ വലിയ വലിയ വില്ലകൾ പണിതിട്ട് ഒരു ഗൂർഖയെ സെക്യൂരിറ്റിയായിട്ട് വെക്കുന്നത് പോലെ ചിന്തിക്കാം. സ്വർഗത്തിലെ മഹാദൈവം തന്റെ ഭവനമാകുന്ന ആ സ്വർഗീയ യെരൂശലേമിന്റെ ഗോപുരങ്ങളിൽ 12 ദൂതന്മാരെ അവിടെ ഒരുക്കിയിട്ടുണ്ട്. അടുത്ത് വായിക്കുന്നത്, ഇസ്രായേൽ മക്കളുടെ അപ്പോൾ 12 ഗോപുരങ്ങളുടെ പേർ കൊത്തിയിട്ടുണ്ട്. സ്തോത്രം, സ്തോത്രം. വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ ഘട്ടങ്ങൾ, അതാണ് നമ്മുടെ വാക്യം. അപ്പോൾ വെളിപ്പെടുവാനുള്ള തേജസ് എന്ന് പറയുന്ന 1-ാം പാർട്ടിന്റെ ഒരു 16 ഘടകമുണ്ട്. അതിന്റെ ലാസ്റ്റിലെ ഒരു പാർട്ടാണ് ഞാനിപ്പോൾ പറയുന്നത്. സ്തോത്രം. അതൊരു പഠനമായി നിങ്ങൾ ഗ്രഹിക്കുവാൻ കഴിഞ്ഞാൽ, അത് മറക്കാതിരുന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഭാവിയിൽ അവിടെ എത്തിച്ചേരേണ്ട ഒരു സ്ഥലമാണ്. സ്തോത്രം. സന്തോഷമുള്ളവർക്ക് സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. സ്തോത്രം. അവിടെ ഇസ്രായേൽ ഗോത്രം 12 പേർ കൊത്തിയിട്ടുണ്ട്. ഈ പുതിയ യെരൂശലേം പുതിയ നിയമസഭയ്ക്ക് വേണ്ടിയാകുന്നുവെന്നും അപ്പോസ്തലന്മാർക്കും വിശ്വാസി സമൂഹമായ നമുക്ക് വേണ്ടി മാത്രമാകുന്നുവെന്നും ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾക്ക് മാത്രമുള്ളതാകുന്നുവെന്നും ഇപ്പോഴും പ്രസംഗിക്കുന്നവരുണ്ട്. എന്നാൽ ദൈവത്തിന്റെ വചനത്തെ വ്യക്തമായി രേഖപ്പെടുത്തി ഉറപ്പ് ചെയ്യുന്ന ഒരു കാര്യം പറയാം. സ്തോത്രം. ഒരു വലിയ സ്ഥാപനത്തിന്റെ ഒരു വലിയ ബിൽഡിംഗ്, മൾട്ടിപർപ്പസിന് വേണ്ടി പണിതിരിക്കുന്ന ബഹുനില കെട്ടിടങ്ങളുടെ ഓരോ നിലകൾ കയറി ഓരോ ഭാഗത്ത് കയറി ഇറങ്ങുമ്പോൾ അനേക അവകാശികളുടെ കമ്പനികളുടെ പല പല സാധനങ്ങളുടെ സൈൻ ബോർഡുകൾ കാണാൻ കഴിയും, അല്ലേ? അകത്ത് കയറുമ്പോൾ സൈൻ ബോർഡ്, ഏറ്റവും പുറത്ത് ആ ബിൽഡിങ്ങിന്റെ ഏറ്റവും വലിയൊരു സൈൻ ബോർഡ് കാണാം. ഇതുപോലെ ആ ബിൽഡിങ്ങിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഈ ബിൽഡിങ്ങിന്റെ പ്രവേശന കവാടത്തിൽ അവകാശികളുടെ 12 ഗോത്രങ്ങളുടെ പേരാണ് അവിടെ സ്റ്റോൺ കാർവ് ചെയ്തിരിക്കുന്നത്, കൊത്തുപണി ചെയ്തിരിക്കുന്നത്. അതിന്റെ അർത്ഥം അറിയാമോ? ഇന്നേക്ക് ഏകദേശം 3000 വർഷങ്ങൾക്ക് 3500 വർഷങ്ങൾക്ക് പുറകിൽ അബ്രഹാം, ഇസാക്ക് തുടങ്ങിയ ആ ഭക്തന്മാർ ദൂരവേ ആ ദൈവഭവനത്തെ കണ്ടു. അവിടെ വിശ്വാസത്തിന്റെ ടെലസ്കോപ്പിൽ കൂടെ ദൂരവേ ദൈവം പണിതിരിക്കുന്ന അടിസ്ഥാനമിട്ട സ്വർണ്ണ നിർമ്മിതമായ മനോഹരമായ കെട്ടിടത്തെ കണ്ടുകൊണ്ടാണ് ഈ ഭൂമിയിൽ അന്യരും പരസ്യമായി കൂടാരങ്ങളിൽ പറഞ്ഞത്, കൂടാരവാസികളായിരുന്നത്. എങ്ങനെയായാലും ആ ദൈവ ഭവനത്തിൽ എത്തിച്ചേർന്നാൽ മതി, ആ നിത്യഭവനത്തിൽ എത്തിച്ചേർന്നാൽ മതി, ഞങ്ങൾക്ക് അത് മതി. അതാണ് അവിടുത്തെ വിശ്വാസ ടെലസ്കോപ്പിൽ കൂടെ അവർ കണ്ടത്. അങ്ങനെയുള്ള ദർശനം പിന്നത്തേതിൽ പലർക്കും ഇല്ലായത് പോയതിന്റെ കുഴപ്പമാണ്. ഭൗമ്യതയെയും
കാര്യമായി മാത്രം മുന്നോട്ട് പോകുന്നത്. എന്നാൽ പഴയ നിയമ ഭക്തർ അങ്ങനെ ചെയ്തുവെങ്കിൽ അവരെ ഉപേക്ഷിച്ചിട്ട് പുതിയ നിയമ ഭക്തന്മാർക്ക് തരുന്ന അവകാശമല്ല പുതിയ. ഒന്നാമത് അവരെ 12 ഗോത്രങ്ങളുടെയും പേര് കൊത്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇസ്രായേൽ എന്ന ആ ജാതിയെ അഥവാ ഇസ്രായേൽ ജാതിയെ, അബ്രഹാമിന്റെ സന്തതികളെ ഇതിനകത്ത് പാർപ്പിക്കും. ഒരു കാര്യം കൂടെ പറയാം. കർത്താവ് യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ പരമയാഗമായി തീരുമ്പോൾ ക്രൂശിന്റെ ഇരുവശവും കിടന്ന് 2 കള്ളന്മാരുണ്ടല്ലോ. അതിൽ മാനസാന്തരപ്പെട്ടവൻ യേശുവിന്റെ മുഖത്തേക്ക് നോക്കുന്നു, തലയ്ക്ക് പുറത്തുള്ള സൈൻ ബോർഡിൽ നോക്കുന്നു. സൈൻ ബോർഡിൽ 3 ഭാഷകളിൽ യേശു യഹൂദന്മാരുടെ രാജാവെന്ന് അവിടെ സൈൻ ബോർഡിൽ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. യേശുവിന് മുഖത്ത് നോക്കിയാൽ അവനെ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് വിരൂപമാക്കപ്പെട്ടിരിക്കുകയാണ്. വീണ്ടും കുറിച്ച് നോക്കുമ്പോൾ ഒരു നിമിഷം യേശുവിന്റെ കണ്ണും കള്ളന്റെ കണ്ണുമായി ഒന്ന് ഇടഞ്ഞു. നിത്യയുടെ മർമ്മങ്ങളും ഈ വെളിപ്പെടുവാനുള്ളതായ 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ചും രാജാവായി ക്രിസ്തു വാഴുന്നതിനെ കുറിച്ചുമുള്ള ഒരു വെളിപ്പാട് നിമിഷങ്ങൾക്കകത്ത് കർത്താവ് ഈ കള്ളനകത്തേക്ക് കൊടുത്തു. അപ്പോൾ നിലവിളിക്കാൻ, യേശുവേ, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണമേ. കർത്താവ് പറഞ്ഞത് രാജത്വം പ്രാപിച്ചു വരുന്ന ഭാവിനാളല്ല, ഇന്ന് നീ എന്നോട് കൂടെ പരദീസയിലിരിക്കും. അത് ഏത് പരദീസം എന്നറിയാമോ? യാഗം കഴിച്ച് ദൈവത്തോട് നിയമം ചെയ്ത വിശുദ്ധന്മാർ കിടക്കുന്ന, പഴയ വിശുദ്ധന്മാർ കിടക്കുന്ന, അഥവാ മാനസാന്തരപ്പെട്ട കള്ളൻ വരെയുമുള്ള, അത് തൊട്ട് മുമ്പുള്ള ആത്മാക്കൾ കിടക്കുന്ന വിശ്രമ സ്ഥലമാണ് അബ്രഹാമിന്റെ മടി അഥവാ പരദീസ എന്ന പാതാളം. അധോലോക പ്രതീക്ഷകൾ, അധോലോക പാതാളങ്ങൾ പലതുണ്ട്, നരകസ്ഥലങ്ങളുണ്ട്. അതിൽ അബ്രഹാമിന്റെ മടി എന്ന് പറഞ്ഞാൽ ആ ഭാഗത്ത് അതൊരു വിശ്രമ സ്ഥലമാണ്, സ്വർഗമല്ല. എന്നാൽ വിശുദ്ധന്മാരായ പഴയ വിശുദ്ധന്മാർ കിടക്കുന്ന, അവിടെ ആത്മാക്കൾ കിടക്കുന്ന സ്ഥലമാണ്. മരണാനന്തരം അവിടെ ആത്മാക്കൾ അവിടെ വരുവാൻ കാരണം എന്താണ്? സ്തോത്രം. അവർ അർപ്പിച്ചു പോകുന്ന ഹോമയാകവും ഭോജനയാകവും സമാധാനയാകവും പാപയാകവും അകൃത്യയാകവും ഒക്കെ വെളിപ്പെടുവാതെ യേശുക്രിസ്തുവിന്റെ പരമയാഗത്തിന് നിഴലായി അർപ്പിച്ചു പോകുന്നതാണ്. ആട്ടുകൊറ്റന്റെയും കാളകളുടെയും രക്തത്തിന് പാപത്തിന് പരിഹാരം വരുത്തുവാൻ കഴിയില്ല എന്ന് അറിയാമെങ്കിലും വെളിപ്പെടുവാനുള്ള ദൈവകുഞ്ഞാടായ സകല പാപങ്ങളെയും ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടന്റെ പരമയാഗത്തിന് നിഴലായി യാഗമർപ്പിച്ച് പാതാളത്തിൽ കിടക്കുന്ന ആത്മാക്കളാണ്. അവിടെ യേശു സകല ഈ ക്രൂശിന്റെ കള്ളൻ മനസ്സറിയപ്പെടുന്ന ആത്മാവിടെ വന്നു, യേശുവിന്റെ ആത്മാവിടെ വന്നു. പഴയ അബ്രഹാം എന്ന് പറഞ്ഞ് തുടങ്ങിയ പഴയ ഭക്തന്മാരുടെ ആത്മാക്കളെല്ലാം കിടക്കുന്നു. അവരാണ് പഴയ നിയമഭക്തന്മാർ. അവർക്കാണ് പുതിയ ഒന്നാമത് സ്ഥാനം കൊടുത്തത്. 12 അപ്പോസ്തലന്മാരെക്കാൾ മുന്നമേ 12 ഇസ്രായേൽ ഗോത്രത്തിന്റെ പേരാണ് അവർ സൈൻ ബോർഡിൽ കൊടുത്തിട്ടുള്ളത്. ഇതാണ് വെളിപ്പെടുക തേജസ് എന്ന് പറഞ്ഞ പിതാവിന്റെ ഭവനത്തിന്റെ ഭാഗം. ഇനി നമുക്കുള്ള അവകാശത്തെ കുറിച്ച് പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ നിർത്താം. 14-ാം വാക്യം, 21-14. നഗരത്തിന്റെ മതിലിന് 12 അടിസ്ഥാനവും അതിൽ കുഞ്ഞാടിന്റെ 12 അപ്പോസ്തലന്മാരുടെ 12 പേരുമുണ്ട്. ഒന്നുകൂടെ വായിച്ചേ. നഗരത്തിന്റെ മതിലിന് 12 അടിസ്ഥാനവും അതിൽ കുഞ്ഞാടിന്റെ 12 അപ്പോസ്തലന്മാരുടെ 12 പേരുമുണ്ട്. അത് കഴിയുമ്പോൾ കർത്താവ് തിരഞ്ഞെടുത്ത 12 അപ്പോസ്തലന്മാർ, ആ 12 അപ്പോസ്തലന്മാരുടെ അടിസ്ഥാനത്തിലാണ് ഈ സഭ പിന്നെ പണിയപ്പെടുന്നത്. ക്രിസ്തു മൂലക്കല്ലും 12 അപ്പോസ്തലന്മാർ അടിസ്ഥാനക്കല്ലുമായി പണിയപ്പെട്ട ഈ സഭയാം സൗധമാണ് അടുത്ത സ്റ്റെപ്പ്. ആ സഭയിൽ അപ്പോസ്തലന്മാരുടെ 12 പേരും അവിടെയുണ്ട്. രണ്ടാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ ഒരു കാര്യം ഞാൻ പറയുന്നത്, വെളിപ്പെടുവാനുള്ള തേജസ്സിന്റെ സ്വർണ്ണനിർമ്മിതമായ മുത്തുകളാൽ അലങ്കൃതമായ കമാനങ്ങളുള്ള അതിമനോഹരമായ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായ ദൈവനിർമ്മിതമായ ആ വലിയ ഭവനമാണ് ദൈവത്തിന്റെ ഭവനം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. എന്നെ വിശ്വസിപ്പീൻ, എന്റെ പിതാവിനെ വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. അപ്പോൾ സാധാരണ നമ്മുടെ കണ്ണിൽ കണ്ടുള്ള ഏറ്റവും വലിയ ബിൽഡിംഗ് എന്ന് പറയുന്നത് ഒരുപക്ഷെ ദുബായിൽ പോലുള്ള ബർജ് ഖലീഫ എന്ന് പറയുന്ന ബിൽഡിംഗ് ആയിരിക്കും. അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ടാളസ്റ്റ് ബിൽഡിംഗ് ആയിട്ട് കരുതപ്പെടുന്നത്. 168 നിലകളുണ്ട്. അതിന്റെ ഉയരം 3/4 കിലോമീറ്ററേ ഉള്ളൂ. 1 കിലോമീറ്റർ പോലും ഉയരമില്ല. എന്നാൽ ദൈവനിർമ്മിതമായ ഈ ലോകത്തിൽ ഈ മനുഷ്യ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായ ദൈവം സൃഷ്ടിച്ചിവിടെ ഇറക്കിക്കൊണ്ട് വരുന്ന പുതിയ യെരൂശലേമിന്റെ വലിപ്പത്തെ കുറിച്ച് ഒന്ന് നോക്കിക്കേ. അതിന് 16-ാം വാക്യം. നഗരം സമചതുരമായി കിടക്കുന്നു.
നീളവും സമം. അതിന്റെ വീതിയും നീളവും ഉയരവും സമം. അടുത്ത് വായിച്ചേ. അളവുകോൽ കൊണ്ട് അവൻ നഗരത്തെ അളന്നു 1200 നാഴിക കണ്ടു. 1200 നാഴിക. അടുത്ത് പറയുന്നത് 1500 മൈൽ എന്നാണ്. അതിന് ഇംഗ്ലീഷിൽ പല വേർഷനിൽ വായിക്കുന്നത് 12,000 ഫർലോങ്സ് എന്നാണ്. എന്നാൽ 2400 മൈൽ എന്നാണ്, 2400 കിലോമീറ്റർ എന്നാണ് പല ബൈബിളിലും ഇംഗ്ലീഷ് വേർഷനിലും മൂലഭാഷ ബൈബിളിലും എഴുതിക്കുന്നത്. എല്ലാത്തിനും കണക്ക് ഏകദേശം ഒന്ന് തന്നെയാണ്. ഇവിടെ 1200 നാഴിക എന്ന് നമ്മുടെ മലയാളം ബൈബിൾ വായിക്കുന്നു. 1500 മൈൽ എന്നുള്ള ഒരു കണക്കാണ്. അതിന് കിലോമീറ്റർ ആക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. ഇത്രയും വലിപ്പം, ഉയരം, അത്രയും നീളം, അത്രയും തന്നെ വലിപ്പമുള്ള വീതി, ഇങ്ങനെ ഒരു ബിൽഡിങ്ങിനെ കുറിച്ച് സങ്കല്പിച്ച് നോക്കിക്കേ. ആദ്യം പറഞ്ഞ പോലെ ടാലസ്റ്റ് ബിൽഡിംഗ് എന്ന് പറഞ്ഞ ബുർജ് ഖലീഫ എന്ന് പറയുന്ന ആ ബിൽഡിങ് ഒരു ഗോപുരം പോലെ, തൂണ് പോലെ ആകാശത്ത് ഉയർന്നു നിൽക്കുകയാണ്. അത്രയും നീളം വീതിയൊന്നുമില്ല. അതിന് വേണ്ട അടിസ്ഥാനപ്പെടേണ്ടതായ ബലമേ ഈ ഭൂമിക്കുള്ളൂ. എന്നാൽ പുതിയ ഭൂമി എന്ന് പറയുന്നത് ഇതല്ല. ശക്തിയേറിയ, വലിപ്പമേറിയ ദൈവത്തിന്റെ പദ്ധതിയിൽപ്പെട്ട ഒരു വലിയ ഗോളമായിട്ടാണ് ഭൂമി വരുന്നത്. അവിടെ 1500 മൈൽ നീളത്തിൽ അടിസ്ഥാനമിട്ട്, അത്രയും വീതിയിൽ അടിസ്ഥാനമിട്ട്, അത്രയും ഉയരത്തിൽ പൊങ്ങി നിൽക്കുന്ന ഒരു ഭവനമാണ് ദൈവ നിർമ്മിതമായ ദൈവത്തിന്റെ ഭവനം. ഓ ഹല്ലേലൂയ. ഈ ഭൂമിയിൽ 1 കിലോമീറ്റർ ഉയരമുള്ള ബിൽഡിംഗ് പണിയുവാൻ ഇന്ന് വരെ ആർക്കും ഒരു രാജ്യത്തിനും കഴിയാതിരിക്കുമ്പോൾ ഇതോടൊപ്പം 1500 മൈലും ഉയരവും അത്രയും നീളവും വീതിയുമുള്ള സ്വർണ്ണം നിർമ്മിതമായ ബിൽഡിംഗ്, അത് അതിമനോഹരമായ തേജസ്സിനാൽ റിഫ്ലക്ട് ചെയ്തതായ ഒരു ഭവനം. അവിടെ ഗോപുരങ്ങളിൽ ദൂതന്മാരുണ്ട്. അതിനകത്ത് കയറി ഇറങ്ങുന്ന ഈ ദൂതന്മാരെ പോലെയാണ് നമ്മൾ. ഭാവിയിൽ പുണ്യസ്ഥാന പുത്രന്മാരായ നമ്മൾ ദൈവ ദൂത തുല്യരായിരിക്കും. ഗബ്രിയേലിനെ പോലെയും മീഖായേലിനെ പോലെയും അതിനപ്പുറം ശക്തിയേറിയ ബലവാന്മാരായ പ്രമുഖന്മാരായിരിക്കും, രാജപുത്രന്മാരായിരിക്കും നമ്മൾ. എന്തോ ഒരു പ്രത്യാശയാ, എന്തോ ഒരു മഹത്വമാ ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. ഓ ഈ ഭൂമിയിൽ ദൃശ്യമല്ലാത്തതും, ഈ ഭൂമിയിൽ നിർമ്മിതമല്ലാത്തതും, ഈ ഭൂമിയിൽ ആരെക്കൊണ്ട് സാധ്യമല്ലാത്തതുമായ ദൈവനിർമ്മിതമായ ഒരു കെട്ടിടം സ്വർഗത്തിൽ നിന്നും ദൈവം പണിത്, സ്വർഗത്തിൽ നിന്നും പുതിയ ഭൂമിയിലേക്ക് മന്ദം ഇറക്കിക്കൊണ്ട് ചെയ്യുകയാണ്. അതാണ് ദൈവത്തിന്റെ ഭവനം. ആ ഭവനത്തിൽ ഇന്ന് വരെയുമുള്ള ഭക്തന്മാരെ മുഴുവനും പാർപ്പിച്ചാലും ഒരു കോണിൽ കൊള്ളിക്കാൻ ആളേ ഉള്ളൂ. അതാണ് ഒരു വലിപ്പം. കർത്താവ് എന്താ പറഞ്ഞത്? നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നെ വിശ്വസിപ്പീൻ, എന്റെ പിതാവിനെ വിശ്വസിപ്പേ. നിങ്ങളുടെ അവകാശമായ പാർപ്പിടം ഞാൻ തലമുറിക്കാൻ പോകുന്നു. വാത്സല്യ സഹോദരി സഹോദരന്മാരെ, ദൈവദാസന്മാരെ, ദൈവത്തിന് വചനം സത്യവും വ്യക്തവും നിത്യമാണെങ്കിൽ ഈ വചനത്തിൽ പറയുന്നത് പോലെ എനിക്ക് നിങ്ങൾക്കും അവിടെ ഒരു അവകാശമുണ്ട്. ഇന്നത്തെ മനുഷ്യ ജീവിതം പോലെയൊന്നും അല്ല എന്ന് വേറൊരു ഘടകമാണ്. എപ്പോഴും ആരാധന സ്തുതി മാത്രമാണെന്ന് പറഞ്ഞ് പ്രസംഗിക്കുന്ന പ്രസംഗങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്. നിങ്ങൾ പറയുന്നവരായിരിക്കും, അങ്ങനെ അല്ലവേ അല്ല. ആരാധന ഒരു ഘടകം മാത്രമാണ്. ഈ ഭൂമിയിൽ നമുക്ക് വെള്ളിയാഴ്ചയെന്നോ ഞായറാഴ്ചയെന്നോ ആരാധനയ്ക്ക് വേണ്ടി സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് നമ്മൾ ആരാധിക്കുന്നത് പോലെ ആരാധനയ്ക്ക് പ്രത്യേക ടൈമും അതിന് കാര്യങ്ങളുണ്ട്. തേജസ്സിന്റെ ദൂതന്മാരോടൊപ്പം അവരെക്കാളും തേജസ് പ്രാപിച്ചവരെ നമ്മൾ അവിടെ ആരാധിക്കും. അത് സത്യമാണ്. നമുക്ക് ഡ്യൂട്ടിയുണ്ട്, ഗോളാന്തരത്തിൽ ഡ്യൂട്ടിയുണ്ട്. ആ യെരുശലേം ബിൽഡിംഗിന്റെ അത് അടുത്ത് പറയുന്നു, ദൈവത്തിന്റെ സിംഹാസനം അവിടെ ഉണ്ട്. നമ്മൾ ഇന്ന് കണ്ടിട്ടുണ്ടോ ദൈവത്തെ? യേശുവിനെ കണ്ടിട്ടുണ്ടോ? ദൂതന്മാരെ കണ്ടിട്ടുണ്ടോ? ഇല്ല. അവിടെ നമ്മൾ നേരിൽ കാണും. വെളിപ്പെടുവാനുള്ള തേജസ്. ഹല്ലേലൂയ. അത് മാത്രമല്ല, ആ സിംഹാസന അടിസ്ഥാനത്തിൽ നിന്നും ജീവജല നദി ഒഴുകുകയാണ്. ആ ജീവജല നദിയുടെ ഇരുവശവും ജീവവൃക്ഷങ്ങളുണ്ട്. അതാത് മാസം അതാത് ഫലങ്ങൾ തരുന്ന 12 വിധ ഫലങ്ങൾ നൽകുന്ന ജീവവൃക്ഷങ്ങളുണ്ടെന്നല്ലേ വായിക്കുന്നത്. ഇത് വെറും ഒരു കഥയായിട്ട് കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ ഞാൻ 100% ഒരു മണ്ടനായി, ഒരു മണ്ടനായി, ഒരു ജഗടനായി, ഒരു ബുദ്ധിശൂന്യനായി ചിന്തിക്കുന്നു. അത് അങ്ങനെ തന്നെ ആ ജീവജല നദിയിൽ ഞാൻ കുടിക്കും. അതിന്റെ അവകാശ ഫലങ്ങൾ ഞാൻ ഭക്ഷിക്കും. നിത്യതയിൽ മരണമില്ലാത്ത യുഗത്തിലേക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ സ്തോത്രം ചെയ്തേ.
അതിന്റെ ബാഹ്യ വിവരണത്തിലേക്ക് വേണ്ടി ഞാൻ വന്നതേ ഉള്ളൂ. അതിന്റെ ആഴങ്ങളിലേക്ക് അകത്തേക്ക് കയറുവാനുള്ള സമയമില്ലാത്തതുകൊണ്ട് വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവം നമ്മെ ആശീർവദിക്കുമാറാകട്ടെ. എല്ലാവർക്കും ഒരു നിമിഷം എഴുന്നേറ്റ് നൽകാം.